റിയൽമിയുടെ റിയൽമി 9 പ്രോ സീരീസ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമി 9 പ്രോ സീരീസിൽ രണ്ട് ഫോണിൽ വരുന്നുണ്ട്. റിയൽമി 9 പ്രോയും അതുപോലെ തന്നെ റിയൽമി 9 പ്രോ പ്ലസും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 9 പ്രോ പ്ലസ് എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമി 9 പ്രോ പ്ലസ്സിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1000 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത് ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ ഇപ്പോൾ 10-bit ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ അമോലെഡ് ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറിൻ്റെ കൂടെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും കൂടി വരുന്നുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ബെസ്റ്റ് അല്ല. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ എന്നുള്ള ഫീച്ചറും കൂടി വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 7.99 mm ആണ്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 182 ഗ്രാമാണ്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സൺറൈസ് ബ്ലൂ, ഔറോറ ഗ്രീൻ, അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്കും. ഇതിൽ സൺറൈസ് ബ്ലൂ എന്നുള്ള കളർ വേരിയൻറ്റ് കളർ ചേഞ്ചിങ് വേരിയൻ്റ് ആണ്. അതായത് ലൈറ്റൊക്കെ തട്ടുന്നതിനനുസരിച്ചിട്ട് ഫോണിൻ്റെ ബാക്ക് പാനലിൻ്റെ കളർ ചേഞ്ച് ആവുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatek dimensity 920 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് mediatek dimensity 920 എന്ന പ്രോസസ്സർ. തരക്കേടില്ലാത്ത നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടേണ്ടതാണ്. പിന്നെ 5G ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 13ഓളം 5G ബാൻഡ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 3 വെർഷൻസ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. ഈ ഫോണിൽ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല വൈബ്രേഷൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള റിയൽമി 3.0 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൽ 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുമെന്നുള്ള കാര്യം കമ്പനി ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഇത് സോണി IMX766ൻ്റെ സെൻസറാണ്. ഇത് സാധാരണ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കാണുന്ന ഒരു സെൻസറാണ്. ഇതിൽ OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസർ സൈസ് വരുന്നത് 1/1.56 ഇഞ്ചാണ്. അപ്പം വളരെ മികച്ച ഒരു മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ AI നോയ്സ് റിഡക്ഷൻ എഞ്ചിൻ 3.0 എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് വളരെ മികച്ചതായിരിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഈ ഫോണിൽ രണ്ടാമത് 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ക്യാമറ ആയിരിക്കും, പ്രത്യേകിച്ച് ബാക്കിലുള്ള മെയിൻ ക്യാമറ സെൻസർ. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 4500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 24,999 രൂപയാണ്. പിന്നെ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 26,999 രൂപയും 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 28,999 രൂപയുമാണ്. ഫെബ്രുവരി 21 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ realme.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2000 രൂപയുടെ ഓഫും ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 9 പ്രോ പ്ലസ് എന്ന ഫോണിൽ
തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ക്യാമറയിൽ അത്യാവശ്യം നല്ലൊരു മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്ത പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയും വലിയ തരക്കേടില്ല എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതായിരിക്കും ബെസ്റ്റ് ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. വേറെയും ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് റിയൽമി 9 Pro Plus എന്ന ഫോൺ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഒരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും റിയൽമി 9 Pro Plus എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.